നിങ്ങൾ ആരെയോ ഉറക്കം വന്നതല്ലേ? ആ ഉറക്കം വരുന്ന സമയത്ത് നിങ്ങളുടെ സ്പോട്ടിഫൈ ലിസ്റ്റിൽ നല്ലൊരു താരാട്ട് പാട്ടുണ്ടോ എന്ന് നോക്കാൻ അത്തർ മണക്കുന്ന ഖത്തറിന്റെ മണ്ണിൽ 2022 വന്നിട്ട് എല്ലാവരെയും വിറപ്പിച്ചവരാണ് മെസ്സി. 2026 എത്തുമ്പോൾ അവൻ ഒന്നുകൂടി ഭയപ്പെടുത്തുമെന്ന കാര്യം നിങ്ങൾ മറന്നുപോയോ? വീണ്ടും വീണ്ടും ഒന്നും തെളിയിക്കാനില്ലാത്തവന്റെ മുന്നിൽ മെല്ലെയൊന്ന് ചൊറിയാൻ വന്നാൽ എന്ത് ചെയ്യും? കയറി അങ്ങ് മാന്തിയിട്ടുണ്ട് ചക്കൻ. ഇടം വലം തിരിയാതെ അവനെ തളച്ചെന്ന് വിലയിരുത്തിയ നേരം അവനൊന്ന് പിറകോട്ടും മെല്ലെ വലിഞ്ഞു. അവിടെ നിന്ന് അവൻ പണി തുടങ്ങി. വേട്ടയെ അവസാനിപ്പിച്ചുവെന്ന് ഇരയെ വിശ്വസിപ്പിച്ച നേരം അവൻ യഥാർത്ഥ വേട്ട തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടം പിറന്ന 84 മിനിറ്റിലെയും 92 മിനിറ്റിലെയും മെസ്സി അസിസ്റ്റ് മാജിക്, അല്ലെങ്കിൽ മെസ്സി വില്ലനിസം. ഇറണിഞ്ഞ ഗാലറിയെ ഇളക്കിമറിച്ച ഇടം കാലുകളിൽ തീർത്ത ആദ്യ പ്രഹരം. ഇളകി നിന്ന ഇംഗ്ലീഷ് പടയ്ക്ക് ഇടയിലെ കവർ പോലും അറിയാതെ തന്റെ വലതുകാൽ കൊണ്ട് അവൻ വലിഞ്ഞാഞ്ഞടിച്ചു. അപ്പോഴേക്കും അടുത്ത 4 വർഷത്തിൽ ആ ഇംഗ്ലീഷ് പട ഉറങ്ങേണ്ടെന്ന് അവൻ മനസ്സിൽ തീരുമാനിച്ച് കഴിഞ്ഞിരുന്നു. ഇടിമുടക്കത്തെ പേടിച്ചിട്ടില്ല, മിന്നൽ പ്രളയത്തെ പേടിച്ചിട്ടില്ല, കാറ്റിനെയോ കൊടുങ്കാറ്റിനെയോ പേടിച്ചിട്ടില്ല, കാട്ടലയായി പിരിഞ്ഞപ്പോൾ പേടിച്ചിട്ടില്ല, കാടേറിയപ്പോൾ പേടിച്ചിട്ടില്ല, ഭൂമി പിളർന്നിട്ടും ഈ 7 ലോകം വിറങ്ങലിച്ചിട്ടും അവൻ പേടിച്ചിട്ടില്ല. പിന്നെയാ ഇവന്മാര്. കാടിറങ്ങിയ ഒരൊറ്റ കൊമ്പന്റെ കഥ നിങ്ങൾ പറഞ്ഞു കേട്ടതല്ലാതെ കായിക കളിക്കളത്തിൽ കണ്ട നേരങ്ങൾ നിങ്ങൾ പരിഭ്രമിച്ചില്ലേ? അതാണ് മെസ്സി. ഒറ്റയ്ക്ക് വന്ന് കായിക ലോകം തന്നെ കാൽച്ചുവട്ടിലാക്കിയ വീരൻ, നായകൻ, കായിക ലോകത്തെ രാജാവ്, ദ റിയൽ ഗോട്ട്.